Meet the editors. ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ചെറിയ പരിഭവങ്ങളൊക്കെ സ്ഥാനമേൽക്കുന്ന ദിവസം ഉണ്ടായെങ്കിലും അത് പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് കെ മുരളീധരൻ വളരെ പരിഹാസരൂപേണ പറഞ്ഞ ചില ഒളിയമ്പുകളൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു പ്രതീതി വരുന്നു. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഹൈപ്പില്ലാതെ വലിയ രീതിയിലുള്ള മുരളീധരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബോംബിടും എന്ന് പ്രതീക്ഷിക്കാതെ തന്നെ, ഒരു ബോംബ് പൊട്ടാതെ തന്നെ കാര്യങ്ങൾ ഫലപ്രദമായി നേടിയെടുക്കാൻ AICCക്കും കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലാണുള്ളത്. ഇന്നിപ്പോൾ AICCയുടെ നേതാക്കളെ കണ്ട് പുറത്തു വരുമ്പോൾ സണ്ണി ജോസഫ് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയിലൊന്നും മാറ്റമില്ല, കാര്യങ്ങൾ വെടിപ്പായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ്. ഉണർവേകുമോ പുതിയ നേതൃത്വം? ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ കോൺഗ്രസിലെ നേതൃമാറ്റത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിലാണുള്ളത്. ആ തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുമ്പോൾ ഭരണപക്ഷത്തൊന്നും നോക്കിയേ, ഭരണപക്ഷത്ത് LDFന് നേതൃത്വം നൽകുന്ന CPIM എന്ന പാർട്ടി വിവിധ സമ്മേളനങ്ങളിലൂടെ ആ പാർട്ടി മെഷറിയെ വളരെ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു തുടർഭരണത്തിലേക്കാണ് തങ്ങൾ പോകുന്നത് എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഭരണപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? മറുവശത്ത് UDFന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, അവർ എന്താ പറയുക, ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി മെഷറിയാണ് കോൺഗ്രസിൻ്റേത് എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ ഒരു 2-3 വർഷമായി സംഭവിച്ചിട്ടില്ല. ഒരു ആകപ്പാടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം ലഭിച്ചിട്ടുള്ളത് 2024 തെരഞ്ഞെടുപ്പ് ഫലമാണ്. പക്ഷേ 2019 ഇതേ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. എന്നിട്ട് കൂടിയും 2021 അവർക്ക് വിജയിച്ചു വരാൻ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് ആദ്യമായൊരു തുടർഭരണം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2026 ഒരു വലിയ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് ഇരിക്കേണ്ട കാര്യമില്ല. എന്ന് മാത്രമല്ല, 19 വലിയ തിരിച്ചടി ഉണ്ടായിട്ട് 21 തിരിച്ചു വന്ന LDF 24 തിരിച്ചടിക്ക് ശേഷം 26 ഇതാ തുടർഭരണം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാ പക്ഷങ്ങളും ശക്തമായിരിക്കട്ടെ, അതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരിക്കൽ പോലും ഏകപക്ഷീയമാകാൻ പാടില്ല. ഒരു തെരഞ്ഞെടുപ്പും ഏകപക്ഷീയമാകാൻ പാടില്ല. അപ്പം ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാകണം, ശക്തമായൊരു ഭരണപക്ഷം ഉണ്ടാകണം, ഏറ്റുമുട്ടലുകൾ നടക്കട്ടെ. അപ്പോൾ മികച്ച കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ, മികച്ച മുന്നേ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. ആ അർത്ഥത്തിലൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നല്ല മത്സരങ്ങൾ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ നല്ല മത്സരങ്ങൾ ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് വളരെ ശക്തമാകണം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ശക്തമാകണം. അങ്ങനെ മാത്രമേ ഒരു മികച്ച മത്സരം 2026 ഉണ്ടാവുകയുള്ളൂ. ആ രീതിയിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ടാണ് ഞാൻ നിശ്ചയമായിട്ടും ഈ പുനഃസംഘടനയെ കാണുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ പുനഃസംഘടനയോടൊരു ഒരു സ്വഭാവം നിശ്ചയമായും കേരളത്തിൻ്റെ സാമുദായിക പ്രാതിനിധ്യത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് ഒരു പുനഃസംഘടന കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ലീഗിൻ്റെ സാന്നിധ്യം നിശ്ചയമായും UDFനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലീഗ് ഉറച്ചു നിൽക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അപ്പം ആ ലീഗിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുള്ള ഒരു സാന്നിധ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏതാണ്ട് 66 സീറ്റുകളിൽ മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്. 66 സീറ്റുകളിൽ ഡിസിസീവായ മുസ്ലിം വോട്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് പോൾ ചെയ്യപ്പെട്ടതെന്ന് അറിയാവോ? 40ഓളം സീറ്റുകൾ പിടിച്ചത് LDF ആയിരുന്നു. അപ്പോൾ ആ വോട്ട് ബാങ്ക് അങ്ങനെ ഉറച്ചു നിൽക്കുന്ന വോട്ട് ബാങ്കൊന്നും അല്ല UDFനെ സംബന്ധിച്ചിടത്തോളം. അത് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് 2021 വലിയ വിജയം നേടാൻ LDFന് കഴിഞ്ഞത്. പക്ഷേ ഇപ്രാവശ്യം LDFന്, പ്രത്യേകിച്ച് CPMന് മുസ്ലിങ്ങളോടുള്ള സമീപനത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ ആ സമുദായത്തിനുള്ളിൽ ഉണ്ടാകാം, അവരുടെ രാഷ്ട്രീയമായ നിലപാടിലുണ്ടാകാം. കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതും UDF പ്രതീക്ഷിക്കുന്നതും നിശ്ചയമായും മുസ്ലിം വോട്ട് ബാങ്ക് നല്ലൊരു ശതമാനം കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് നിശ്ചയമായും ക്രിസ്ത്യൻ സമുദായം തന്നെയാണ്. 19% വോട്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട്. ഇപ്പം കനകോലുവിൻ്റെ റിപ്പോർട്ട് നോക്കൂ. കനകോലുവിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്താ? മധ്യകേരളത്തിൽ കോൺഗ്രസ് ദുർബലമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് മധ്യകേരളത്തിൽ കോൺഗ്രസും UDFും ദുർബലമാകുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ കേരള കോൺഗ്രസ്, ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് നേരെ LDFിലേക്ക് പോയി. ആ രീതിയിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരു ഷിഫ്റ്റ് LDFന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലല്ലോ, ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വേറൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ, അത് BJPക്ക് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ഒരു വോട്ട് ബാങ്ക് ഒറ്റക്കെട്ടായി ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കോൺഗ്രസിനോടൊപ്പം നിന്ന വോട്ട് ബാങ്ക് 3ആയി ഭിന്നിച്ചിരിക്കുകയാണല്ലോ ഇപ്പം. അതിലൊരു വിഭാഗം UDFിനോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം LDFിനോടൊപ്പം നിൽക്കുന്നു, ഒരു വിഭാഗം BJPക്കൊപ്പം പോയിരിക്കുന്നു.
ഈ സാഹചര്യം ചെറിയ വെല്ലുവിളിയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലും ഒരർത്ഥത്തിൽ ഈ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിച്ചത് എറണാകുളം എന്ന ജില്ലയാണ് കേട്ടോ. എറണാകുളത്ത് ആകെ 14 സീറ്റുകളിൽ 9 സീറ്റ് കോൺഗ്രസിന് പിടിക്കാൻ പറ്റി. അപ്പോൾ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 2021 അതിശക്തമായൊരു പ്രോ LDF തരംഗം ഉണ്ടായപ്പോഴും ഈ കേരള കോൺഗ്രസിൻ്റെ ഷിഫ്റ്റിങ്ങിന് ശേഷവും LDF-ലേക്കുള്ള ഷിഫ്റ്റിങ്ങിന് ശേഷവും എറണാകുളത്ത് കാര്യമായി തന്നെ ആ വിഭാഗം, അത് ലത്തീൻ കത്തോലിക്സ് ആണെങ്കിലും RC ആണെങ്കിലും ഒക്കെ കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇടുക്കിയിൽ അത് സംഭവിച്ചിട്ടില്ല. ഇടുക്കിയിൽ ഒറ്റ സീറ്റില്ല കോൺഗ്രസിന്. അതേപോലെ തന്നെ വടക്കൻ മേഖലയിൽ അത് സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിന് സീറ്റില്ലാത്ത ജില്ലകളുണ്ടല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലൊരു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സാന്നിധ്യം അറിയിക്കാൻ കഴിയാതെ പോയ ജില്ലകളാണ്. കോഴിക്കോട് ജില്ലയിൽ ഒറ്റ സീറ്റില്ല, പത്തനംതിട്ടയിലൊരു സീറ്റില്ല, അതുപോലെ തന്നെ ഇടുക്കിയിൽ സീറ്റില്ല. ഇനിയിപ്പോൾ ആലപ്പുഴയിലുള്ളതോ ഒരു സീറ്റ്, കൊല്ലത്തുള്ളതോ ഒരു സീറ്റ്, തിരുവനന്തപുരത്തുള്ളതോ ഒരു സീറ്റ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ആകെ കൂടി 21 സീറ്റേ കോൺഗ്രസിനുള്ളൂ. മാത്രമല്ല 6% ഡിഫറൻസാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ളത്. അപ്പോൾ ചെറിയൊരു വോട്ട് ഡിഫറൻസും അല്ല 2021 ഈ പറയുന്ന ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കണമെങ്കിൽ ഈ സാമുദായികമായ കോമ്പിനേഷൻസ് ശരിയാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ്. ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ചെയ്യുക അല്ലെങ്കിൽ തങ്ങളോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ സണ്ണി ജോസഫിനെ പോലെ ഒരാൾ KPCCയുടെ നേതൃത്വത്തിൽ വരുന്നത്. നിശ്ചയമായും സണ്ണി ജോസഫിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ ഒരു വിശ്വാസം ആർജിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ K. സുധാകരൻ ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ്, നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. VD സതീശൻ ഒരു പ്രധാനപ്പെട്ട പദവിയിൽ KPCCയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊരാളില്ല എന്ന് മാത്രവുമല്ല ആ വിഭാഗവുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ പോലെ അല്ലെങ്കിൽ KC ജോസഫിനെ പോലെ ഒക്കെയുള്ള നേതാക്കൾ വളരെ കൃത്യമായിട്ട് ആ വിഭാഗങ്ങളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു ലീഡറും നേതൃത്വത്തിൽ ഇല്ലാതിരിക്കുന്നു എന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നേതാവിനെ വരുമ്പോൾ ആ വിഭാഗത്തിൻ്റെ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. വളരെ പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ മധ്യ തിരുവിതാംകൂറിലും എപ്പോഴും വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജാതി കോമ്പിനേഷൻ എന്താണെന്നറിയോ? നായർ ക്രിസ്ത്യൻ ഈഴവ കോമ്പിനേഷനാണ്. സീരിയസ്ലി നായർ ക്രിസ്ത്യൻ ഈഴവ കോമ്പിനേഷനാണ് മധ്യ തിരുവിതാംകൂറിലും ഒട്ടൊക്കെ തിരുവിതാംകൂറിലും ദക്ഷിണ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഈ വിജയത്തെ തീരുമാനിക്കുന്നത്. അതിനകത്ത് ഈഴവ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും CPM-നോട് അനുകൂലമായി നിൽക്കുന്ന വിഭാഗമാണ്. അതിലൊരു നല്ല വിഭാഗത്തെ പിടിക്കുക, ക്രിസ്ത്യൻ വോട്ട് നന്നായിട്ട് പിടിക്കുക, പിന്നെ നായർ വിഭാഗവും കൂടി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ആവശ്യം കോൺഗ്രസിൻ്റെ. അതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ KC വേണുഗോപാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ്, നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്, നായർ വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. PC വിഷ്ണുനാഥിനെ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നു. പക്ഷേ നോക്കൂ, ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, അദ്ദേഹം നായർ വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്. രമേശ് ചെന്നിത്തല സ്ഥിരം ക്ഷണിതാവാണ്, നായർ വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ്. അപ്പം വേണമെങ്കിൽ NSSൻ്റെ ഒരു താല്പര്യം അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. PC വിഷ്ണുനാഥ് കൂടി വന്നുകൂടി അവർക്ക് ആ നായർ വിഭാഗത്തിൻ്റെ ഒരു വിശ്വാസം ആർജിക്കാൻ പറ്റും. സണ്ണി ജോസഫ് ചെയ്യേണ്ടത് ഈ പറയുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഈഴവ വിഭാഗത്തിൽ നിന്നൊരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടറോട് വർക്ക് ചെയ്ത് പ്രോ UDF ആയിട്ടൊരു വികാരം കൂടി വരികയാണ് എങ്കിൽ മാത്രമേ ഈ പറയുന്ന മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും കോൺഗ്രസിന് വിജയമുണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടൂർ പ്രകാശിൻ്റെ വരവ് എന്ന് പറയുന്നത്. UDF കൺവീനറായിട്ട് അടൂർ പ്രകാശ് കൂടി വരുമ്പോൾ ഈ പറയുന്ന മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഈഴവ സമുദായത്തുമായിട്ടുകൂടി ഒരു ഇൻറോഡ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് കോൺഗ്രസ് ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് വടക്കൻ കേരളത്തിൽ ഇപ്പം ലീഗിൻ്റെ ഒരു പിന്തുണയുണ്ട്. ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പിന്തുണ സണ്ണി ജോസഫിന് ഉറപ്പാക്കാൻ കഴിയുകയാണെങ്കിൽ മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ അവർക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം. നോക്കൂ, ഇതിനകത്ത് ചെറിയൊരു ടാർഗറ്റ് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിൽക്കുന്നതെന്ന് പറയുന്നത്. 21 സീറ്റിൽ നിൽക്കുന്ന കോൺഗ്രസ് ചുരുങ്ങിയത് ഒരു 60 സീറ്റിനടുത്ത് നേടുക എന്നുള്ളതാണ് 26-ലെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാൻ പോകുന്ന കാര്യം അല്ലേ. ബാക്കി കോൺഗ്രസിലേക്ക് പിന്നെ UDF-ലേക്ക് സീറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത്, ഡബിൾ ഡിജിറ്റിലേക്ക് വരാൻ പറ്റുന്ന പാർട്ടി എന്ന് പറയുന്നത് ലീഗ് മാത്രമാണ്. ബാക്കി ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എത്ര സീറ്റ് കൊണ്ടുവരാനാണ്? RMB വീണ്ടും വടകരയിൽ വിജയിച്ചു വന്നാൽ അതൊക്കെ, ജേക്കബിൻ്റെ മകൻ മത്സരിക്കുന്ന പിറവത്ത് വിജയിച്ചു വന്നാൽ അതൊക്കെ, അതേപോലെ തന്നെ നമ്മുടെ മാണി C. കാപ്പൻ പാലയിൽ വിജയിച്ചു വന്ന ഒരു സീറ്റ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഈ പറയുന്ന ഘടകകക്ഷികളുടെ സീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ നീക്കം എന്ന് പറയുന്നത് ശരിയായ ഒരു ശാസ്ത്രീയമായ നീക്കമാണ്. ആ ശാസ്ത്രീയമായ നീക്കം വിജയിച്ചു വരണമെങ്കിൽ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വലിയ പൊട്ടിത്തെറികളില്ല എങ്കിൽ കൂടിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പം ആൻ്റണിയെ പോലെ ഒരാൾ പങ്കെടുക്കാതിരിക്കുന്നു വലിയ കാര്യമാണോ? ആൻ്റണി പത്തനംതിട്ടയിൽ വളരെ പ്രൊമനൻ്റ് ആയ ലീഡർ. KPCC അധ്യക്ഷനാകുമ്പോൾ ഒരു പാൻ കേരള ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളാണോ അദ്ദേഹം എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ പോലും പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ കോൺഗ്രസ്. അവിടെ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിനില്ല, UDF-നില്ല. അവിടെ CPM-ൻ്റെ ആധിപത്യമാണ്, LDF-ൻ്റെ ആധിപത്യമാണ്. അവിടെ സഭകളുമായി അതിശക്തമായ ബന്ധമുള്ള ഒരാളാണ് ആൻ്റണി വിജയിച്ചു വരുന്നത് തന്നെ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആൻ്റണിക്ക് ഒരു വലിയ വിഷമമുണ്ടായിട്ടുണ്ട് ഈ പുനഃസംഘടനയിൽ. തന്നെ അപമാനിച്ചു എന്നൊരു തോന്നലുണ്ട്. ഈ പേര് വിളിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരായിട്ട് ഈ പറയുന്ന ഈ പരാതികളുടെ ഒഴുക്കായിരുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാലിൻ്റെ നല്ല പിന്തുണ ഉണ്ടായിരുന്നു കേട്ടോ ആൻ്റണിക്ക്. എന്നിട്ട് കൂടിയും KPCC അധ്യക്ഷനായി വരാൻ കഴിയാതെ
ചെയ്യാതെ പോയത് ഈ പറയുന്ന ഒരുപാട് പരാതികളുണ്ടായി. ആ പരാതികൾ രാഹുൽ ഗാന്ധിയെ തന്നെ നേരിട്ട് അറിയിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞതും പിന്നീട് അന്ന് ഈ തെരഞ്ഞെടുപ്പ് ഈ സണ്ണി ജോസഫിനെ പ്രഖ്യാപിച്ചതിന് ശേഷവും പറയേണ്ട സമയത്ത് ഞാൻ പറയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആൻ്റണിയുടെ വിട്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ബെന്നി ബെഹനാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ, ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തിട്ടില്ല ഈ സമ്മേളനത്തിനകത്തൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട്. അത് അവരെങ്ങനെ പാസിഫൈ ചെയ്യാം? അവരൊക്കെ വളരെ പ്രോമിനൻ്റായ നേതാക്കളുമാണ്. ആരെയാണോ സണ്ണി ജോസഫിലൂടെ ഏത് വിഭാഗത്തെയാണോ കൂട്ടത്തിൽ നിർത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ആ വിഭാഗത്തിനുള്ള നേതാക്കളാണ് ഇടഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അവർ ആ ലക്ഷ്യം കൈവരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ കൂടിയും കെ മുരളീധരൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഇതിപ്പം നമ്മൾ ഈ പുനഃസംഘടനയൊക്കെ ഉണ്ടാക്കി, നല്ല കാര്യം. അത് വലിയ പൊട്ടിത്തെറികളില്ലാതെയൊക്കെ സമാപിച്ചു, അതും നല്ല കാര്യം. പക്ഷേ ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ജോലി എന്നുള്ളത്. അത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ നടക്കാനിരിക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ടൈമായിരിക്കും ഈ പുതിയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ തുടങ്ങി ബൂത്ത് കമ്മിറ്റികൾ സംഘടിപ്പിച്ച് പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പറയുന്ന നേതൃത്വത്തിന് ഗ്രൗണ്ടിൽ അവരുടെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയണം. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഉണർവുണ്ടാവുക. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ പുനഃസംഘടനയെ പോസിറ്റീവായി കാണാമെങ്കിലും ചോദ്യം ഉണർവുണ്ടാകും എന്നാണ് പിന്നെ എൻ്റെ മറുപടി. പക്ഷേ ആ ഉണർവുണ്ടാക്കേണ്ട നേതൃത്വം അത് വളരെ എന്താ പറയുക, വളരെ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. ആ പ്രവർത്തനം അവർക്ക് നടത്താൻ കഴിയണമെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു സംഘടന ഉണ്ടാവണം. ഈ സ്ഥിരമായി ഇവർ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നതിൻ്റെ ഒരു തമാശയുണ്ട്. കാരണം വെച്ചാൽ ഈ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത് തന്നെ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ എന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രവർത്തനത്തിലൂടെ അവർക്കത് തെളിയിക്കാൻ കഴിയട്ടെ. ഏതായാലും ഈ നീക്കങ്ങളെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഇനിഷ്യേറ്റീവിനെ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പുനഃസംഘടനയെ, അതിൻ്റെ കോമ്പിനേഷനെ, അതുവഴി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ ഒക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പുതിയ നേതൃത്വത്തിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട്. അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമായിട്ടാണ് ഞാനും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ അത് സമീകൃതമാണ്. ഇന്ന് ദീപാദാസ് മുൻഷി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കാണ്. ഇതൊരു ബാലൻസ്ഡ് ആയ നേതൃത്വമാണ് എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞത്. എങ്ങനെയാണ് ഇത് ബാലൻസ്ഡ് ആവുന്നത്? സമുദായ സമവാക്യങ്ങൾ ഏറെക്കുറെ UDF കൺവീനർ സ്ഥാനത്ത് അടൂർ പ്രകാശ് വരുന്നു, അതേപോലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് സണ്ണി ജോസഫ് വരുന്നു, വിഷ്ണുനാഥ് വരുന്നു, ഷാഫി പറമ്പിൽ MLA വരുന്നു, AP അനിൽകുമാർ വണ്ടൂരിൽ നിന്ന് വരുന്നു. അപ്പോൾ ഒരു സമുദായ സമവാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ഈ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ബാലൻസിംഗ് ഉണ്ട്. രണ്ടാമത്തത് പരിചയസമ്പന്നതയുണ്ട്. അതേസമയം തന്നെ യുവ നേതാക്കളെ കൂടി അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കാര്യം യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ പ്രതീക്ഷകളും അടുത്ത ഇലക്ഷൻ പരിപാടികളിൽ ഒരു പുതിയ സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരാൻ തക്ക ശേഷിയുള്ള ഒരു യുവ നിര കൂടി കോൺഗ്രസിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇതിൽ സണ്ണി ജോസഫിനുള്ള മെച്ചം? സണ്ണി ജോസഫ് ഒരു ക്രൗഡ് പുള്ളറായ നേതാവൊന്നുമല്ല. കെ സുധാകരനെ പോലെ പാർട്ടിയുടെ തലയെടുപ്പുള്ള ഒരു നേതാവായിട്ട് ഇതുവരെയും സണ്ണി ജോസഫ് വന്നിട്ടില്ല. പക്ഷേ സണ്ണി ജോസഫിന് മറ്റുള്ള കോൺഗ്രസ് നേതാക്കളെ അപേക്ഷിച്ച് ചില ഗുണങ്ങളുണ്ട്. നമ്പർ 1, ഗ്രൂപ്പുകൾക്കതീതമായി സമവാക്യങ്ങൾ ഉണ്ടാക്കാനും പുഞ്ചിരിക്കാനും കഴിയുന്നൊരു നേതാവാണ്. ഒരു അനുഭവമുണ്ട് കേരളത്തിലെ. ഞാൻ നേതാവിൻ്റെ പേര് പറയാം. ഇപ്പോൾ രമേശ് ചെന്നിത്തല അന്ന് KPCC അധ്യക്ഷനാകുന്നതിന് പ്രതിപക്ഷ നേതാവാകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയോട് സണ്ണി ജോസഫ് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നീട് പല സാഹചര്യങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ അത്തരം സത്യസന്ധത കാണിക്കുന്ന ആളാണ്. ചില സാഹചര്യങ്ങളിൽപ്പെട്ട് മറുഭാഗത്ത് നിൽക്കേണ്ടി വരുമ്പോഴും ഞാൻ താങ്കൾക്ക് ഒപ്പമാണ് നിൽക്കാൻ ആഗ്രഹിച്ചത്, പക്ഷേ ചില കാര്യങ്ങളാൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ കഴിയും. സണ്ണി ജോസഫിന് രമേശ് ചെന്നിത്തലയ്ക്ക് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ VD സതീശന് വിശ്വാസമുണ്ട്. ഇതേ സണ്ണി ജോസഫിനെ A ഗ്രൂപ്പിലെ നേതാക്കൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ A ഗ്രൂപ്പാണെങ്കിലും I ഗ്രൂപ്പാണെങ്കിലും സുധാകര പക്ഷമാണെങ്കിലും ഈ പക്ഷങ്ങളുടെ എല്ലാം ഇടയിൽ ഒരു ഡിപ്ലോമാറ്റിക്കായ നയചാതുരിയുള്ള നേതാവാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ നേതാക്കൾക്കും സണ്ണി ജോസഫിനെ ഇഷ്ടവുമാണ്. മാത്രമല്ല സണ്ണി ജോസഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോൾ ഞാൻ ബെന്നി ബെഹനാൻ്റെ കാര്യം പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റുമാരും പങ്കെടുക്കാതിരുന്നിട്ടും രമേശ് അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു താല്പര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്യില്ല. അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കോമ്പിനേഷനാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറത്തേക്ക് പാർട്ടിയെ നെയ്തുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നെയ്ത്തുകാരൻ കൂടിയാണ് സണ്ണി ജോസഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ സണ്ണി ജോസഫിന് ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായുള്ള ഘടകം, നമ്മൾ ഇന്ന് വരെ സണ്ണി ജോസഫ് സഭയ്ക്കുള്ളിലോ സഭയ്ക്ക് പുറത്തോ മാധ്യമങ്ങളുടെ മുന്നിലോ ഏതെങ്കിലും നേതാക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലോ ഏതെങ്കിലും ഒരു വാക്കുപയോഗിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല.
ഒരു വാചകവും സണ്ണി ജോസഫ് പറഞ്ഞ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ഏതെങ്കിലും നേതാവിൻ്റെ പക്ഷം ചേർന്ന് മറ്റൊരു ഏതെങ്കിലും ഗ്രൂപ്പിനെ അനാവശ്യമായിട്ട് വെറുപ്പിക്കാനും പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാത്ത അപൂർവം കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് സണ്ണി ജോസഫ് എന്നുള്ളത്. ബാക്കി നേതാക്കൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പാർട്ടി വിഷമസന്ധിയിലാക്കും. ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശശി തരൂരിനെതിരെ പാർട്ടിയുടെ താക്കീത് വന്നിരിക്കുകയാണ്. ഈ യുദ്ധ സമയത്ത് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തരുത് തുടങ്ങിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളിലും പാർട്ടിയെ നേതാക്കൾ പ്രതിസന്ധിയിലാക്കുമ്പോൾ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാത്ത നേതാവെന്ന പ്രതിച്ഛായം. നമ്പർ 2, ഈ 2 പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ പേരാവൂർ പോലൊരു മണ്ഡലം, അത് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് പേരാവൂര്. പക്ഷേ 2006 എന്താ സംഭവിച്ചത്? കെ ശൈലജ പേരാവൂർ പിടിച്ചു. കെ ശൈലജ പേരാവൂർ പിടിച്ചു കഴിഞ്ഞപ്പോൾ പേരാവൂർ പോയി എന്നാണ് കരുതിയത് കോൺഗ്രസ്സുകാർ. പക്ഷേ സണ്ണി വക്കീൽ ഇറങ്ങി കെ ശൈലജയെ തോപ്പിക്കുന്നു. അന്ന് കെ ശൈലജയ്ക്ക് ഈ പറയുന്ന പകിട്ടില്ല. 2016 ശേഷമാണല്ലോ പിന്നീട് കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രി പുതിയൊരു ഇമേജ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ അന്ന് കെ ശൈലജയെ 3000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് ആ മണ്ഡലം ഇരട്ടിയാക്കുക ഭൂരിപക്ഷം. അന്ന് 3200 വോട്ടിന് സണ്ണി ജോസഫ് കെ ശൈലജയെ തോൽപ്പിച്ചെങ്കിൽ തൊട്ടടുത്ത വർഷം അത് വർദ്ധിപ്പിച്ച് 7000 വോട്ടായിട്ട് മാറ്റുന്നുണ്ട്. അന്ന് എനിക്കൊന്ന് CPI മറ്റോ ആയിരുന്നു നമ്മുടെ സ്ഥാനാർത്ഥി, ബിനോയ് കുര്യനോ മറ്റുമാണ് സ്ഥാനാർത്ഥി. അതിനുശേഷം 2021 വരുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിൽ പോലും നോക്കൂ, സണ്ണി ജോസഫ് പേരാവൂരിൽ 3200 വോട്ടുകൾക്ക് സക്കീർ ഹുസൈനെ പരാജയപ്പെടുത്തുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് പരാജയപ്പെടുത്തിയത്? 2016 കേരളത്തിൽ ഒരു പിണറായി തരംഗമുണ്ടാകുമ്പോൾ, ഒരു ആൻറ്റി ഇൻകുംബൻസ് ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി അലയടിക്കുമ്പോൾ 2016 പേരാവൂർ മണ്ഡലത്തെ പിടിച്ചു നിർത്തി ഈ സണ്ണി ജോസഫ്. 2021 രണ്ടാമത്തെ തരംഗം അതിലും വലിയ സുനാമിയായിട്ട് ആഞ്ഞു വീശുമ്പോഴും പേരാവൂരിൽ പിടിച്ചു നിർത്തി ഈ സണ്ണി ജോസഫ്. അപ്പോൾ ആ രീതിയിൽ സണ്ണി ജോസഫിന് മണ്ഡലത്തിലെ ഒരു MLA എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിലുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. അപ്പോൾ പാർലമെൻറ്റേറിയൻ എന്ന നിലയിലുള്ള ക്രെഡിബിലിറ്റി. നമ്പർ 2, KSUവിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി, ജില്ലാധ്യക്ഷനായി, പിന്നീട് DCCയുടെ ജില്ലാധ്യക്ഷനായി ഒരു ദശാബ്ദക്കാലം വർക്ക് ചെയ്ത് വിവിധ സഹകരണ സംഘങ്ങളിലൂടെ, സിൻഡിക്കേറ്റ് അംഗങ്ങളിലൂടെ, മെമ്പർഷിപ്പിലൂടെ ഒക്കെ വന്ന ഒരു നേതാവ് എന്ന നിലയിൽ, സംഘടനാ പരിചയമുള്ളൊരു നേതാവ്. ഇത് രണ്ടും വർക്ക് ചെയ്യുന്നൊരു കോമ്പിനേഷനാണ്. എന്നാൽ സൗമ്യനുമാണ് താനും. ആ അർത്ഥത്തിൽ വലിയ ക്ലെയിമുകൾ ഒരിടത്തും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറ്റൊരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഈ സണ്ണി ജോസഫ് പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല. ആ പ്രശ്നം അവസാനിച്ചു. കോൺഗ്രസിലെ ഒരു വലിയ പ്രശ്നമാണ് അവസാനിക്കുക. KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നേതൃത്വം എന്നോട് മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ട ഈ MLA സ്ഥാനവും KPCC അധ്യക്ഷ സ്ഥാനവും ഞാൻ രാജിവെക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കെ മുരളീധരൻ തന്നെ ആ ചടങ്ങിൽ വെച്ചൊരു എന്താ പറഞ്ഞത്, സ്വീകരിക്കാൻ അല്ല. അപ്പൊ അവിടെ മുരളീധരൻ ഉറപ്പാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നായരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി ഉറപ്പാക്കണം. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംശയവുമില്ലാതെ സണ്ണി ജോസഫ് വളരെ പറയുന്നുണ്ട്, ഇതാർക്ക് സംശയം വേണ്ട, ഞാൻ ആ പദത്തിൽ അടിക്കാനില്ല എന്ന് പറയുന്നതോടുകൂടി എല്ലാ ഗ്രൂപ്പിലെ നേതാക്കൾക്കും എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നല്ലോ. ഈ കോൺഗ്രസിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത്, നിങ്ങൾ സ്ഥാനം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ ആൾക്കാരുണ്ടാവും, അവർ കൊള്ളാം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും സ്ഥാനമോഹമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം അയാൾക്കെതിരെ കരുനീക്കം നടത്തും. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ പാർട്ടിക്കുള്ളിൽ എതിരാളികളില്ല. ഒരുപക്ഷെ അപ്രിയരുണ്ട്. ഇപ്പം പല കാര്യങ്ങളാൽ അപ്രിയരായിട്ടുള്ള ആളുകളുണ്ട്, അസംതൃപ്തരായിട്ടുള്ള ആളുകളും ഉണ്ടാവും. പക്ഷേ ഇത് പറഞ്ഞതോടുകൂടി സണ്ണി ജോസഫ് വളരെ കൃത്യമായി തന്നെ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസിലുള്ള അടി അവിടെ നിലച്ചു. ഇനി ബാക്കിയുള്ള ആളുകൾ മതി എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി തന്നെ സണ്ണി ജോസഫ് പറയുന്നുണ്ട്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറയുന്ന നേതാവാണ്. ഇനി മറ്റു നോക്കൂ, വിശ്വനാഥാണ് അടുത്ത വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. വിശ്വനാഥ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തൊരു നേതാവല്ലേ വിശ്വനാഥ്. അതേപോലെ AP അനിൽകുമാർ വരുന്നത് ആ കോമ്പിനേഷൻ വർക്ക് ചെയ്തേക്ക് നോക്കൂ. മാത്രമല്ല A ഗ്രൂപ്പിലായിരുന്നു ഇതിനകത്ത് നഷ്ടമുണ്ടായതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെയാണ് പരിഹരിച്ചത്? A ഗ്രൂപ്പിൻ്റെ വിശ്വനാഥ്, ഷാഫി പറമ്പിൽ രണ്ടുപേരും ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് വന്നു. മറുഭാഗത്ത് സണ്ണി ജോസഫ് വരുന്നതിന് ആർക്കും വിയോജിപ്പില്ല. അടൂർ പ്രകാശ് ആണെങ്കിൽ UDFിൻ്റെ കൺവീനർ തസ്തികയിലേക്ക് വന്നു. അത് പറഞ്ഞതുപോലെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്നാലും അടൂർ പ്രകാശിനെ പോലെ ഈ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ മുന്നണിയുടെ തലപ്പത്ത് വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു പൊളിറ്റിക്കൽ. എന്താണ് സണ്ണി ജോസഫ് നേരിടാൻ പോകുന്ന വെല്ലുവിളി? ആദ്യത്തെ വെല്ലുവിളി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് BJP 11 ഇടങ്ങളിൽ 1ാം സ്ഥാനത്താണ്, 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്താണ്. മധ്യ തിരുവിതാംകൂർ ഉണ്ണി ബാലകൃഷ്ണൻ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ 33 സീറ്റുകളിൽ ഈ പാർട്ടി നിലം തൊട്ടിട്ടില്ല. ആ 33 സീറ്റുകൾ മധ്യ തിരുവിതാംകൂറിൽ പിടിക്കുക. പത്തനംതിട്ടയാണെങ്കിലും കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഈ 4 കീ കോൺസ്റ്റിറ്റ്യുവൻസി ഡിസ്ട്രിക്റ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലെ കാര്യമൊക്കെ മുസ്ലിം ലീഗ് നോക്കിക്കോളും. പക്ഷേ മധ്യ തിരുവിതാംകൂറിലെ സാന്നിധ്യം എത്രത്തോളം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പേരാവുകാരനായ, പക്ഷേ പേരാവൂരാണെങ്കിലും ഉളീക്കൽ ഗ്രാമത്തിൽ നിന്നാണ് വളർച്ച, തൊടുപുഴയിൽ നിന്നാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കണ്ട ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടവർ മത്സരിച്ചു, അവിടെ വിജയിച്ചു വരാൻ പിന്നെ മാത്രമല്ല സ്ട്രാറ്റജിസ്റ്റ് ആണ്.
അടൂർ പ്രകാശ് ആ അർത്ഥത്തിൽ ഒരു പോൾ മാനേജറാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടൂർ പ്രകാശിനും സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ടീമിന് ഒരു പുതിയ ഊർജ്ജം കൊടുക്കാൻ പറ്റും. അതിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസിനെ മറികടക്കാൻ സാധിക്കും. നിലവിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങളില്ലാതാവും. ഒരു അനാഥത്വം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. ഒരു ഡിസിഷൻ ആരെടുക്കും? ഇന്നിപ്പോൾ KPCC വളരെ വ്യക്തമായി KPCC അധ്യക്ഷൻ പറയുന്നു ആ ഡിസിഷൻ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായിട്ടെടുക്കുമെന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ അവിടെയുണ്ട് എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും UDF അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. PV അൻവർ ഈ ഭാഗത്തുണ്ട് താനും. അതിനെ മറികടക്കുക എന്നുള്ളതാണ്. പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. വോട്ടർ പട്ടിക അടക്കം പിടിക്കണം. 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പിടിക്കാൻ സാധിച്ചാൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി 2026 മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള പണികളാണ് എടുത്തു തുടങ്ങേണ്ടത്. പക്ഷേ അവിടെ ഒരു വെല്ലുവിളി ഈ നേതൃത്വത്തിൽ ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നോക്കൂ, 4 പേരിൽ 3 പേര് MLA-മാരാണ്. അതായത് സണ്ണി ജോസഫ് MLA, പേരാവൂർ മണ്ഡലം നോക്കണം. അവസാനത്തെ 6 മാസം പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് പണിയെടുത്താൽ മാത്രമേ പേരാവൂർ മണ്ഡലത്തിൽ വിജയിച്ചു വരാൻ പറ്റൂ. അതേപോലെ വിശ്വനാഥ് കുണ്ടറ മണ്ഡലത്തിൽ, അതേപോലെ AP അനിൽകുമാർ വണ്ടൂർ മണ്ഡലത്തിൽ. അപ്പോൾ ഇവർ നിലവിലിരിക്കുന്ന നിയമസഭാ സാമാജികരാണ് എന്ന സംഘടനാപരമായിട്ടുള്ളൊരു വെല്ലുവിളിയുണ്ട്. അതവർ മറികടന്നാൽ MP-യുടെ കാര്യത്തിൽ പിന്നെ പ്രശ്നമില്ല. കാര്യം ഇനി സമയം കിടക്കുകയാണ്. ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം, അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വിഷയമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു വിഷയമാണ്. അതിനെ മറികടക്കാൻ സാധിച്ചാൽ ആ ഇക്വേഷൻസിനെ മറികടന്ന് വരാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു സണ്ണി ഡേയ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രകാശം പരത്തുന്ന ദിവസങ്ങളായി തീരട്ടെ കോൺഗ്രസിൻ്റേത്. ശക്തമായ പ്രതിപക്ഷമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയട്ടെ. മിന്നുന്ന വിജയം കോൺഗ്രസിന് നേരിടാൻ കഴിയുന്ന ഒരു നേതൃത്വമായിട്ട് അത് മാറാൻ കഴിയട്ടെ. കോൺഗ്രസിൻ്റെ എല്ലാ തട്ടുകളിലും അത്തരം കൂട്ടിയോജിപ്പിക്കലുകളും ഒരുമിക്കലുകളൊക്കെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷയും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ നേതൃത്വം ഉണർവേകുമോ എന്ന ചോദ്യത്തിന് ഉണർവേകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നാണ് ചോദ്യം. സുജയ പാർവതി, ഇനി ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അവസാന ഊഴമായിരിക്കും ഇത് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു ആന്റി ഗവൺമെന്റ് സെന്റിമെന്റ്സ് ഉണർത്താൻ സണ്ണി ജോസഫിന്റെയും അടൂർ പ്രകാശിന്റെയും അതുപോലെ പുതിയ ടീമിന്റെയും നേതൃത്വത്തിൽ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജനങ്ങളും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ഒരു സെന്റിമെന്റ് വന്നാൽ മാത്രമാണ് കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാവുക എന്നതാണ്. ഇവിടെ സുധാകരനെ കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണം. നിങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ സുധാകരൻ വരുന്നത് എങ്ങനെയാണ്? കരുണാകരൻ പക്ഷത്തെ രാമകൃഷ്ണനെ മറികടന്നാണ് കണ്ണൂരിൽ സുധാകരൻ കരുത്ത് കാട്ടുന്നത്. ഉണ്ണി സാറിന് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ആ രാമകൃഷ്ണനെ മറികടന്നുകൊണ്ടുള്ള സുധാകരന്റെ വരവ് കണ്ണൂരിൽ ആദ്യം കരുത്തനായി അവിടുത്തെ ഒരു ക്രൗഡ് പുള്ളറായി ഒരു മാസ് ലീഡറായി മാറാനായിട്ടുള്ള ഒരു ശ്രമം സുധാകരൻ അവിടെ നിന്നാണ് നടത്തുന്നത്. അതിനുശേഷം ആര്യാടന്റെ ഒരു പ്രഭാവം അപ്പോൾ മലബാറിൽ കിടക്കുന്നുണ്ട്. ആര്യാടന്റെ ഒരു പ്രഭാവം പതുക്കെ മങ്ങി തുടങ്ങുമ്പോഴേക്കും സുധാകരൻ മലബാറിൽ മുഴുവൻ ഒരു സുധാകരൻ എന്ന് പറയുന്ന ഒരു KS ബ്രിഗേഡ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്യാങ് ഫോം ചെയ്തു തുടങ്ങുന്നത് അപ്പോഴാണ്. അപ്പോൾ മുതൽ ഇപ്പോൾ വരെ സുധാകരന് പിന്നിൽ ഒരു അണികളുടെ നിരയുണ്ട് എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ മലബാറിലെ ഒരു കരുത്തൻ എന്നതിനപ്പുറം കേരളത്തിൽ തന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയുള്ള ഈ വാഴ്ത്തുപാട്ടുകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ആ രീതിയിൽ സുധാകരൻ അവസാന ലാപ്പിലും പിടിച്ചു നോക്കിയത് അതുകൊണ്ടാണ്. ഒരംഗത്തിന് കൂടി ബാല്യമുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഉറപ്പായും അദ്ദേഹം ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിനൊരു വിരാമം അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും പകിട്ടോടുകൂടി അവസാനിക്കുക എന്ന ഒരു ഡീസൻറ്റ് എക്സിറ്റാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു പുതിയ ടീം വരട്ടെ എന്നുള്ള തീരുമാനം AICC എടുക്കുകയും അത് നടപ്പാവുകയുമാണ്. സുധാകരൻ സൈലൻ്റായി തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊപ്പമുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രിഗേഡ് എത്രത്തോളം സൈലൻ്റ് ആണ് എന്നതാണ് ഇനി അങ്ങോട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും സണ്ണി ജോസഫിൻ്റെ ഇനിയുള്ള ആക്ടിവിറ്റീസിലെ പാർട്ടിസിപ്പേഷനിലായാലും നമ്മൾ കാണാൻ പോകുന്ന കാര്യം. സുധാകരൻ പലപ്പോഴും വാർത്തകളിൽ നിറയുന്നത് ഒരു റിബൽ സ്വഭാവം കാണിക്കുമ്പോഴാണ്. VD സതീശനുമായി കോർക്കുമ്പോൾ അങ്ങനെ എപ്പോഴും ഒരു റെബലിയസായ ലീഡറാണ് സുധാകരൻ. അങ്ങനെ റെബലിയസായ ലീഡറിൽ നിന്നും പീസ് ലവിംഗ് ആയിട്ടുള്ള ഒരു ലീഡറിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് സണ്ണി ജോസഫിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. സമാധാനപ്രിയനാണ് സണ്ണി ജോസഫ്. ആരുമായും ഒരു വാഗ്വാദത്തിനൊന്നും പോകാൻ താല്പര്യമില്ല. എന്ന കാര്യങ്ങളെല്ലാം നന്നായി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. സംഘടനയ്ക്ക് വിധേയനായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ കാട്ടുന്നത്. 1970-കളിലാണ് KSUവിലൂടെ സണ്ണി ജോസഫ് വരുന്നത്. കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു സണ്ണി ജോസഫ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്
പിന്നെ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, അങ്ങനെ പല പദവികളിൽ ഇരുന്നിട്ടുണ്ട്. ഒരിടത്തും അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതായി സണ്ണി ജോസഫിനെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളിലെ സൗണ്ട് ബൈറ്റുകളിലായാലും വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂസിന് വിളിച്ചാൽ പോലും പെട്ടെന്ന് അവൈലബിൾ ആണ്. ഒരിക്കലും ഒരു നോ പറയുന്ന ഒരു നേതാവല്ല. അങ്ങനെ വളരെ സൗമ്യമായ ഒരു നേതൃത്വത്തിലേക്ക് KPCC മാറുന്നു എന്നതാണ് ഞാൻ ഇതിൽ കാണുന്ന ഒന്നാമത്തെ കാര്യം. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഡിസിഷൻ മേക്കറായിട്ട് ഒരു വ്യക്തിയെ നമ്മൾ പറയുകയാണെങ്കിൽ അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കോൺഗ്രസിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ അടക്കം ദേശീയതലത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ KPCCയുടെ കാര്യത്തിലെ ഒരു ഡിസിഷൻ മേക്കറായി, ഒരു ഫൈനൽ വേർഡായി KC മാറുകയാണ്. ആ ഒരു കൃത്യമായ നടപ്പാകലാണ് നമ്മൾ ഈ ഒരു മാറ്റത്തിലൂടെ കാണുന്നത്. സുധാകരൻ ഈ മാറ്റമില്ല എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ നമ്മളിവിടെ കാണുകയും ചെയ്യുമ്പോൾ നേരത്തെ എടുത്ത തീരുമാനം അത് മല്ലികാർജ്ജുൻ ഖാർഗെയിലൂടെ 40 മിനിറ്റ് ആ കൂടിക്കാഴ്ചയിലൂടെ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആ കാര്യം തന്നെ നടപ്പാവുകയാണ്. സണ്ണി ജോസഫ്, ആന്റോ ആന്റണി, ഈ പേരുകളിൽ മാത്രമാണ്. ആന്റോ ആന്റണിയുടെ പേരും അവസാനം വരെ പരിഗണനയിലുണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് സണ്ണി ജോസഫിലേക്ക് എത്തുന്ന ഒരു കോംപ്രമൈസിനപ്പുറം ബാക്കിയെല്ലാം KC തീരുമാനിച്ചതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC എന്നാൽ ഹൈക്കമാൻഡ് ആണ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്നാൽ KC ആണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം കോൺഗ്രസിന് എപ്പോഴും ഒരു ഒറ്റ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അഭിപ്രായ ഭിന്നതകൾ വരികയും ആ അഭിപ്രായ ഭിന്നതകൾ മറുപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷവും BJPയും മുതലെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാം ഊഴത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ പോയത് തന്നെ കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ഇനി അങ്ങനെ ഒരു പിടിപ്പുകേട് അനുവദിക്കാൻ കഴിയില്ല കോൺഗ്രസിന്. ഇനി ഒരു പിടിപ്പുകേട് കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാം ഊഴത്തിലേക്ക് LDF സർക്കാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്തിനാണ് ഇനിയും ആ ഒരു പാർട്ടിയായി തുടരുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു പോകും. UDF തന്നെ എങ്ങനെയാണ് ഈ ലീഗ് അടക്കമുള്ള മറ്റു കക്ഷികൾ കോൺഗ്രസിനൊപ്പം എന്ത് വിശ്വസിച്ചാണ് നിൽക്കുന്നത്? ഭരണത്തിലേക്ക് എത്താൻ കഴിയാത്ത പാർലമെന്ററി രംഗത്തുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിലയാണുള്ളത്? ഒരു വിലയും ഉണ്ടാകില്ല എന്നത് ഹൈക്കമാൻഡ് കൃത്യമായി തിരിച്ചറിയുകയും അത് KCയിലൂടെ നടപ്പാക്കുകയും ചെയ്യുകയാണ്. ഇവിടെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ ഇവരൊക്കെ എടുക്കുന്ന ഒരു പ്രോ സുധാകരൻ സ്റ്റാൻഡാണ് എന്ന് തോന്നുന്ന കുറേ പരാമർശങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ ആത്യന്തികമായി അങ്ങനെ അവരൊരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാലും അത് വലിയ രീതിയിൽ അവർക്ക് കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ, ഇപ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ഞാൻ വരാം. സണ്ണി ജോസഫ് K സുധാകരൻ്റെ കൂടി ഒരു ഇഷ്ടമുള്ള ആളാണ്. കാരണം സണ്ണി ജോസഫ് കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ K സുധാകരനോട് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ KPCC പ്രസിഡന്റായി സുധാകരൻ വരുന്നതിന് മുമ്പ് തന്നെ സണ്ണി ജോസഫ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് K സുധാകരനെ കൂടി ഇൻ കൺസൾട്ടേഷൻ വിത്ത് K സുധാകരനാണ് സണ്ണി ജോസഫ് നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ തന്റെ പേര് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന ഈ ഘട്ടം വന്നപ്പോൾ മാത്രമാണ് K സുധാകരനുമായി അത് ഡിസ്കസ് ചെയ്യാത്തതെന്നാണ് ഞാൻ കരുതുന്നത്. അതിനു മുൻപ് വളരെ ലോയലാണ് സണ്ണി ജോസഫ്. ആ ലോയൽറ്റി ഒന്നും K സുധാകരന് മറക്കാൻ കഴിയുന്ന ആളല്ല. K സുധാകരൻ പെട്ടെന്ന് പിണങ്ങുന്ന നേതാവാണെന്നൊക്കെ എല്ലാവരും പറയും. എന്നാൽ K സുധാകരന്റെ ഒരു പ്ലസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡായി ഞാൻ കാണുന്നത് ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു K സുധാകരനുണ്ട്. ആ K സുധാകരന് സണ്ണി ജോസഫിനെ ഇഷ്ടമാണ്. അല്ലാത്ത പക്ഷം വലിയ പൊട്ടിത്തെറി ഇതിനകം ഈ ദിവസങ്ങളിൽ K സുധാകരൻ തന്നെ ഉണ്ടാക്കിയേനെ. അപ്പോൾ സണ്ണി ജോസഫ് മറുഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് ആന്റോ ആന്റണി ആയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം എന്നും ഞാൻ സംശയിക്കുന്നു. സുധാകരന്റെ ഒരു സേ അതിനകത്തുണ്ട്. സണ്ണി ജോസഫ് ആകുന്നതിനകത്ത് ഉറപ്പായിട്ടുണ്ട്. ആന്റോ ആന്റണി മാറുന്നതിനകത്തും സണ്ണി ജോസഫ് ആകുന്നതിനകത്തും സുധാകരന്റെ ഒരു ചോയ്സ് അതാണ്. അതായത് നമ്മൾ പറയുമല്ലോ, ഒരു ട്രൂസിലേക്ക്, ഒരു സമാധാന ഉടമ്പടിയിലേക്ക് ഇവിടെയും എത്തിയിട്ടുണ്ട് AICC. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ കൃത്യമായി അക്കാര്യത്തിൽ ഇടപെടുകയും അതിലൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒറ്റ പിടിവാശിക്ക് അല്ലെങ്കിൽ ഒറ്റ ബുദ്ധിക്ക് കാര്യം നടത്താൻ നോക്കിയിരുന്നെങ്കിൽ ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്നു. മാത്രമല്ല സണ്ണി ജോസഫിന് K സുധാകരനെ അറിയാമെന്ന് ഞാൻ പറയാൻ കാരണം K സുധാകരനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. K സുധാകരൻ മൂഡ് സ്വിങ്സ് ഉള്ള ഒരു നേതാവാണ്. ചിലപ്പോൾ വലിയ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും എന്നാൽ തൊട്ടടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ വികാര വിക്ഷോഭങ്ങൾക്ക് വിധേയനാകുന്ന ഒരു നേതാവാണ്. അത് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ വളരെ സ്റ്റേണായി പിണറായി വിജയനെയൊക്കെ നേർക്കുനേർന്ന് വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ മറ്റൊരു നേതാവ് കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരനെ പോലെ ഒരാൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഈ ഹൈക്കമാൻഡ് ഡൽഹിയിൽ വിളിച്ച യോഗത്തിൽ, AICCയുടെ യോഗത്തിൽ നിന്ന് K സുധാകരൻ അടക്കം 4 KPCC പ്രസിഡന്റുമാർ, മുൻ പ്രസിഡന്റുമാർ പങ്കെടുത്തിട്ടില്ല. മുരളീധരൻ, സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം K സുധാകരൻ. ആ 4 പേരുടെയും അസാന്നിധ്യം എന്ന് പറയുന്നത് ചർച്ചയായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആ കാര്യത്തിൽ ഇവരുടെ വിട്ടുനിൽക്കൽ അതെന്തെങ്കിലും സൂചനയാണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇനി KPCCയുടെ സഹഭാരവാഹികളെ നിശ്ചയിക്കൽ, DCC പുനഃസംഘടന തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കാം നമുക്കിതൊരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുക. അതോടൊപ്പം ഉയരുന്ന മറ്റൊരു ന്യായമെന്ന് പറയുന്നത് ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കി എന്നുള്ള ഒരു കമന്റ് ഇതിനിടയിൽ വന്നിരുന്നു. പക്ഷേ നേരത്തെയും അങ്ങനെ തന്നെയല്ലേ? MP ആയിരുന്നല്ലോ K സുധാകരൻ. കണ്ണൂർ MP ആയിരിക്കുന്ന K സുധാകരൻ
അല്ല, ഒന്ന് അല്ല. correct. കണ്ണൂർ MP ആയിരിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് ആകുന്നത്. MLA ആയി എന്നുള്ളതാണ് പ്രശ്നം. ഇത് MLA ആയാലും MP ആയാലും ജനപ്രതിനിധിയാണല്ലോ. ഇപ്പോൾ അടൂർ പ്രകാശ് MP ആണ്, UDF കൺവീനറായി വരുന്നു. ഷാഫി പറമ്പിൽ MP ആണ് വരുന്നു. PC വിശ്വനാഥ് MLA ആണ്. അപ്പോൾ ജനപ്രതിനിധി ആയിരുന്നുകൊണ്ട് ഈ രീതിയിൽ പദവികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്തേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന നേതാക്കൾ അത്രയേറെ ജനമനസ്സിൽ സ്വാധീനമുള്ളവരാണ്. ഷാഫി പറമ്പിൽ K സുധാകരനെ പോലെ തന്നെ ഒരു ക്രൗഡ് പുള്ളറായി കോൺഗ്രസിൽ മാറാൻ കഴിയുന്ന നേതാവാണ്. വടകരയിൽ ഷാഫി അത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഷാഫിക്ക് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിപ്പിക്കാനും സാധിക്കുന്നുണ്ട്, വടകരയിൽ പോയി ഷാഫിക്ക് വിജയിക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അതൊരു ജനറേഷൻ ചേഞ്ച് ആയിട്ട് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം PC വിശ്വനാഥ് ആയാലും ഷാഫി പറമ്പിലായാലും K കരുണാകരനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഒക്കെ ഇരുന്നത് പോലെ അതുപോലെയുള്ള ഒരു അടുത്ത തലമുറയിലേക്ക് കോൺഗ്രസ് മാറുകയാണ്. ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നതിനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഭവം വരുന്നുണ്ട്. ആ പരിഭവമൊക്കെ പരിഗണിക്കപ്പെടുമായിരിക്കാം. കാരണം കൊടിക്കുന്നിൽ സുരേഷ് കുറെ കാലമായി വർക്കിംഗ് പ്രസിഡന്റായൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അതിന് അദ്ദേഹത്തെ തെറ്റു പറയാനും കഴിയില്ല. ഇനിയിപ്പോൾ AICCയുടെ നിരീക്ഷകർ ഈ 14 ജില്ലകളിലും പ്രാദേശിക നേതാക്കളുടെ അഭിപ്രായം തേടുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ DCC അഴിച്ചുപണിയിലും ഗുണപരമായ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ മാറാൻ സാധിക്കും. കാരണം DCCകൾ ശക്തിപ്പെടുത്തുക, DCCകൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതാണ് അഹമ്മദാബാദ് സമ്മേളനത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉണ്ട് സാർ സൂചിപ്പിച്ചതുപോലെ മധ്യകേരളത്തിൽ കിട്ടിയാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ. അല്ലാതെ തെക്കും വടക്കും കൊണ്ടൊന്നും ഒരിക്കലും ഭരണം പിടിക്കാൻ UDFന് സാധിക്കില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട്, അതാണ് ഇനി സ്ഥാപിക്കേണ്ടത്. നിലവിൽ പിണറായി വിജയന് ഒരു എഡ്ജുണ്ട്, അല്ലെങ്കിൽ LDF സർക്കാരിന് ഒരു എഡ്ജുണ്ട് തുടർ ഭരണത്തിലേക്ക് പോകാൻ. അതേസമയം ഇപ്പുറത്ത് ചെയ്യേണ്ടത് എന്താണ്? സണ്ണി ജോസഫിനും ടീമിനും മുന്നിലുള്ളത് 10 മാസക്കാലമാണ്. ആ 10 മാസക്കാലത്തിനുള്ളിൽ അവർ നടത്തേണ്ടത് നല്ല ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രൂവ് ചെയ്യിക്കാൻ അവർക്ക് സാധിക്കണം. നിങ്ങൾ ഒരുമിച്ച് നിൽക്കൂ എന്ന് ജനങ്ങൾ പറയുന്നത് കേട്ട് ഇവർ ഒരുമിച്ച് നിൽക്കണം. അസംതൃപ്തരെ ഉണ്ടാക്കുന്ന രീതിയിൽ പുനഃസംഘടനയിലേക്ക് DCCകളുടെ കാര്യത്തിൽ പോകരുത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 38ാമത്തെ പ്രസിഡന്റായിട്ടാണ് സണ്ണി ജോസഫ് വരുന്നത്. ഇതിനു മുൻപ് എൻ്റെ മനസ്സിലാക്കൽ കൃത്യമാണ് എന്നുണ്ടെങ്കിൽ 31ാമത്തെ പ്രസിഡന്റായിട്ടാണ് 2004 PP തങ്കച്ചൻ വരുന്നത്. PP തങ്കച്ചന് ശേഷം സണ്ണി ജോസഫിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അത് രാഷ്ട്രീയ കാലാവസ്ഥയിലും മാറ്റം വന്നിട്ടുണ്ട്. നിലവിൽ BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2024 കണക്കനുസരിച്ച് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആ ഒരു വെല്ലുവിളിയും മറികടക്കാനുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂരിൽ പോയതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പോകാനുള്ള ഒരു സാധ്യത വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെയും കോൺഗ്രസിന് മറികടക്കേണ്ടതുണ്ട്. അവിടെ കത്തോലിക്ക സഭയുടെ അകൽച്ച പൂർണ്ണമായും മാറ്റി വോട്ടുകൾ പൂർണ്ണമായും കോൺഗ്രസ് പക്ഷത്തേക്ക് കൊണ്ടുവരാൻ സണ്ണി ജോസഫിലൂടെ കഴിയണം കോൺഗ്രസിന്. എന്നാൽ മാത്രമേ ഈ മാറ്റം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. AK ആന്റണി, ഉമ്മൻചാണ്ടി ആ ഒരു പ്രതാപകാലം കോൺഗ്രസിന് തിരിച്ചു വരട്ടെ എന്നതാണ് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നത്. ഉണർവേകുമോ പുതിയ നേതൃത്വം എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം ഉണർവേകും എന്നു തന്നെയാണ്. Meet the editors.